ഹലോ. അപ്പോൾ ഇത് ന്യൂ ഇയർ വ്ളോഗാണ് കേട്ടോ. സോ കുറച്ച് ലേറ്റായി ഇടാനായിട്ട് വേണ്ടിയിട്ട്, വേറെ ഒന്നല്ല, വോയിസ് ഓവർ ചെയ്യാനായിട്ട് മടിയായിരുന്നു, അതാണ് ഉണ്ടായത്. സോ നമ്മളെല്ലാവരും കൂടെ ഇന്ന് ഉമ്മൽ കോയിനിലാണ് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ട് ഈ പ്രാവശ്യം. സോ ഇവിടെ ഈ പാർക്കിൽ തന്നെ നമുക്ക് സീ വ്യൂ ഉണ്ട്. സോ അവിടെയാണ് ഇവർ ഫയർ വർക്ക്സ് വെച്ചിട്ടുള്ളത്. ഉമ്മൽ കോയിനിൽ തന്നെ ഫസ്റ്റത്തെ ഫയർ വർക്ക്സ് ആണിത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ ഈ പ്രാവശ്യം കാണാമെന്നുള്ളത്. കാരണം എല്ലാ സ്ഥലത്തും ഭയങ്കര തിരക്കായിരിക്കും, റാസൽ കേമയിലായാലും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും അങ്ങോട്ട് പോകാനൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ ആവുമെന്ന് വിചാരിച്ചു. സോ ഇത് എവിടെ വെച്ചിരിക്കണേ നമുക്കറിയില്ല, ഏകദേശം ഇവിടെ ആവും എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ പോവുകയാണ്. സോ നമ്മളൊരു മാറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വിരിച്ച് നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സോ ഇവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയാണ് ഫയർ വർക്ക്സ് വെച്ചിട്ടുള്ളതെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എല്ലാവരും ഓരോരുത്തർക്ക് തോന്നുന്ന സ്ഥലത്ത് ചെന്നിരിക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ടൈമിൽ പിന്നെ അതിനനുസരിച്ചിട്ട് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ള പ്ലാനിലാണ്. അപ്പം ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് ഇരുന്നു. സോ നമ്മൾ ന്യൂ ഇയറിന് ഡേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നിനൊരു കുറവ് പാടില്ലല്ലോ, അതെ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ വല്ല ട്രാഫിക്കോ പിന്നെ അത് തിരക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ കുറേ നേരം നടന്നു, കുറേ സംസാരിച്ചിരുന്നു. 12 മണിയാവുന്ന വരെ അധികം തിരക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു 12 മണിക്കാവും തോറും തിരക്ക് വന്നു തുടങ്ങിയിട്ടോ. പിന്നെ 12 മണിയാവണേക്കാൾ മുന്നേ ഞങ്ങൾക്ക് ചെറുതായി ഒന്ന് വിശന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കൊടുന്ന കേക്ക് കഴിച്ചിട്ടാവാം ഇനി ബാക്കി എന്നൊക്കെ വിചാരിച്ച് നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. സോ കണ്ടോ, ടൈം ആവും തോറും തിരക്ക് കൂടി വന്നിട്ടുണ്ട്. പിന്നെ അതേ അതിൻ്റെ അടുത്തേക്ക്, ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് വരെ ആൾക്കാർ വന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കാണാനായിട്ട് വേണ്ടിയിട്ട്. സോ എന്താ പറയുക, നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മളിരുന്നതിൻ്റെ നേരെ തന്നെയാണ് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നതെന്ന് വേണം പറയാനായിട്ട് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഭയങ്കര രസമായിട്ട് നമുക്കതെല്ലാ വ്യൂസും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ന്യൂ ഇയർ ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു, കുറേ ആൾക്കാരൊക്കെ കൂടെ, എന്നാൽ അധികം ക്രൗഡില്ല, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. സോ അത് കഴിഞ്ഞിട്ടുള്ള പുകയും സംഭവങ്ങളാണിത്. സോ എല്ലാവരും വീട്ടിൽ പോവാണ്. അപ്പം നമ്മളും നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ച് വേഗം റോഡൊക്കെ ക്രോസ് ചെയ്ത് വേഗം വീട്ടിലെത്തി. നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഒരു ന്യൂ ഇയറിന് നേരത്തെ എത്തിയിട്ടുണ്ടാവുക. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം എല്ലാവർക്കും ഓഫായതുകൊണ്ട് പിന്നെ ആ ഡേ വെറുതെ കളയണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു ഈ ഉമ്മൽ കോയിനിൽ തന്നെ ഒരു സൂ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഈ സൂ നമ്മുടെ വീടിൽ നിന്ന് അടുത്താട്ടോ, അധികം ദൂരമൊന്നുമില്ല. പിന്നെ നമുക്ക് വേഗം പോയിട്ട് തിരിച്ചു വരണമായിരുന്നു. കാരണം നാളെ ചേച്ചിക്കും ചേട്ടനും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഈവനിങ് ആകുമ്പോഴേക്കും ദുബായിലോട്ട് പോകണം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലൊരു സൂ ആയിരുന്നു കേട്ടോ. കാരണം ഇവിടെ നമുക്ക് എനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. നമ്മളൊരു എക്സ്ട്രാ 5 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തന്നെ അതിൻ്റെ ഫുഡൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ആദ്യം തന്നെ നമ്മൾ ജിറാഫിനൊക്കെ ഫീഡ് ചെയ്തു. പിന്നെ കുറേ നടക്കാനുണ്ട് കേട്ടോ അവിടെ. ഇപ്പം നമ്മൾ രാവിലെയൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉച്ച വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ചെറിയ പിള്ളേരുടെ കൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും നല്ല ഇഷ്ടമായിരിക്കും. കാരണം എനിമൽസിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ അവർക്കും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. സോ അങ്ങനെ കുറേ എനിമൽസിനെ ബേർഡ്സിനെയൊക്കെ കണ്ടു. കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും മനസ്സിലായില്ല. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ നെയിം ബോർഡൊന്നും വെച്ചിട്ടുണ്ടായിരിക്കില്ല. സോ അതുകൊണ്ട് കുറേ ഒന്നും മനസ്സിലായില്ല. പിന്നെ കുറേയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് തന്നെയാണ്. സോ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടുത്തെ ന്യൂ ഇയർ വിശേഷം ഇത്രയൊക്കെയാണ്. നിങ്ങളും നിങ്ങളുടെ ന്യൂ ഇയർ നന്നായി എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. ബൈ.